യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കാർത്തിക്, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അംബേദ്കർ കിങ് സ്റ്റഡീസ് സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിലെ പല രീതിയിലും അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ച സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ചർച്ച ഏറെ അനിവാര്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുക. നമുക്കറിയാം, ലോകത്തിലും നമ്മുടെ രാജ്യത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവാസങ്ങൾ ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ടവന്റെ ജീവിതം പൂർണ്ണമായിട്ടും മറ്റ് സമൂഹത്തോടൊപ്പം ഉയർന്നു വന്നിട്ടില്ല എന്ന് കാണാൻ പറ്റും. പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ലോകത്തും അതിന്റെ പ്രതിഫലനമുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്ത് വർണ്ണ വിവേചനങ്ങളാണ് നിലനിൽക്കുന്നെങ്കിൽ, വംശീയ വിവേചനമാണ് നിലനിൽക്കുന്നെങ്കിൽ, ഇന്ത്യയിൽ അത് ജാതി വിവേചനത്തിനാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, നൂറ്റാണ്ടുകളായി ആ ജാതി സാമൂഹിക വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിന്നത്. ആ ജാതി സാമൂഹിക വ്യവസ്ഥ മഹാഭൂരിപക്ഷത്തിനും ദുരിതമാണ് സംഭാവന ചെയ്തത്. ആ ജാതി വ്യവസ്ഥയുടെ ദുരിതം അനുഭവിച്ച നമ്മുടെ മുൻമറക്കാർ ഒട്ടേറെ രീതിയിലുള്ള സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു. അതിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് അംബേദ്കർ തന്റെ ജീവിതകാലം മുഴുവൻ നടത്തിയത്. നമുക്കറിയാം, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, പിന്നീട് ഗവൺമെന്റ് സർവീസിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, അതെല്ലാം അദ്ദേഹത്തിനെ മാറ്റിമറിച്ചു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഇന്ത്യയിലെ ദളിതും ആദിവാസിയും എല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചും അതുണ്ടാക്കിയ ദുരന്തങ്ങളെ കുറിച്ചും എല്ലാം തന്നെ നല്ലപോലെ അദ്ദേഹം തിരിച്ചറിയുകയും അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിച്ചതിന് ശേഷം ഇന്ത്യക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ, ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ തന്റെ അനുഭവങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ഇന്ത്യൻ ഭരണഘടനയിൽ റിസർവേഷൻ ഭരണഘടനയിൽ തന്നെ ഉറപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ റിസർവേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ ഭരണഘടനാ ശില്പി എന്ന നിലയിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് തൊഴിൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലുമെല്ലാം തന്നെ ഈ ദളിത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ റിസർവേഷൻ ലഭിക്കുന്ന സ്ഥിതികളായി. ഒരുപക്ഷെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ വെച്ചുകൊണ്ട് അത്തരമൊരു റിസർവേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ വേണ്ടത്ര പ്രാതിനിധ്യത്തോടുകൂടി തൊഴിൽ രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനങ്ങളോ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം റിസർവേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ അവരുടെ സാന്നിധ്യം ചില സ്ഥലത്ത് തീരെ കാണാൻ വേണ്ടി കഴിയില്ല, ചില സ്ഥലത്ത് അപൂർവെങ്കിലും കാണാൻ കഴിയും. അപ്പൊ ഇന്ത്യൻ ഭരണഘടന തന്നെ ദളിതുകളുടെ അവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ അവരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാനും കഴിയുന്ന രീതിയിലേക്ക് എഴുതപ്പെട്ടു. അത് അംബേദ്കർ നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന. നമ്മുടെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ. ലോകത്ത് മറ്റു സ്ഥലത്ത് നമുക്കറിയാം, വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവിടെ അവരുടെ സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുത്തു.
ലോകത്ത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ജാതി അടിസ്ഥാനത്തിൽ സാമൂഹ്യ വ്യവസ്ഥ. ആ ജാതി വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തവരുടെ താല്പര്യം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിക്കുക, അതിൽ സമൂഹത്തിന് മേൽത്തട്ടിലുള്ള ആളുകളും കീഴ്ത്തട്ടിലുള്ള ആളുകളെയും ആയി മനുഷ്യനെ മാറ്റുക, മഹാഭൂരിപക്ഷം കീഴ്ത്തട്ടിലുള്ള ആളുകളാകുകയും ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകൾ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ്. അതിനാണ് നമ്മൾ ചാതുർവർണ്ണ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിച്ചുകൊണ്ട് എങ്ങനെ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സമ്പവസ്ഥ. അത് ജാതി മേധാവികൾ കൃത്യമായിട്ട് അവരുടെ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു വ്യവസ്ഥ സൃഷ്ടിച്ചെടുത്തത്. അതിന്റെ ദുരന്തമാണ് ഇന്ത്യൻ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ചന്ദ്രമോഹൻ. Yes, sir. Yes, sir. I'll translate this much. The first part of Honorable Mr. Radhakrishnan sir's talk into English. So first he acknowledges the chair, the chair for Ambedkar PERIYAR study circle, and he acknowledges the role played by APSC in bringing in, in initiating a lot of discussions on social justice issues, which are very necessary for the world at large. So he goes on to say that all over the world, the marginalized are continue to be marginalized. So the marginalized people the world over continue to be marginalized, and it is a fact that discrimination persists to this day globally. Globally, and he goes on to make a distinction that globally, most of the discrimination could be on basis of varna, which is like color, like racism. Globally it's racism, but specific to India, it is caste. The caste is a lived reality in India. Specifically to India, it's caste, and this caste system has gifted misery to majority of the people. Caste system brings in misery, agony, pain, deprivation to majority of the people, and very small microscopic minority benefit from the Indian caste system, the caste system that's prevailed in South Asia. Now he goes on to say the stalwart who fought against caste system, who crusaded against caste system, was Sir B.R. Ambedkar, was Mr. B.R. Ambedkar, and his experience we know. He has documented his experience in student life, in his professional life, etc. And all this is known to us. And so after independence, after Britishers left India, after the independence struggle was successful, B.R. Ambedkar was fortunate enough, or he was meritorious enough to be the chairman of drafting committee of the Constitution. And as a result, Constitution has certain safeguards for Dalits, as we call today the word Dalits. So we have reservations. So in nations of the world where there are no such provisions, marginalized people are absolutely absent in all walks of decision making. So it was Ambedkar's idea to incorporate reservation, and all over India we have a reservation for the scheduled castes and scheduled tribes, which have been maybe implemented to a certain extent, and that has helped all of us. All of us have our word registered, documented. Had there been no reservation, life of the marginalized would have been much more in misery. So he goes on to make the remark that most of you would know what are the origins of caste system or who benefits from it, but the most glaring observation is that majority of the people in South Asia suffer due to caste system, and only a very small microscopic minority are reaping the benefit of such a unequal social hierarchy. Now that is the gist of what he said. Then നമ്മുടെ ഇന്ത്യയിലെ നമുക്കറിയാം ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഉടലെടുത്തു. അതായത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരായിക്കൊണ്ട്, അനീതികൾക്കെതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയില്ല. ആ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള പോരാട്ടങ്ങളും രാജ്യത്ത് ഉയർത്തിയെടുക്കുകയുണ്ടായി. ജാതി വ്യവസ്ഥക്കെതിരായിക്കൊണ്ട്, സാമൂഹ്യ നീതി നിഷേധിക്കുന്നതിനെതിരായിക്കൊണ്ട്, അടിച്ചമർത്തപ്പെട്ടവന്റെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സാമൂഹ്യ
നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രാജ്യത്താകെ ഉടലെടുക്കില്ല. അത് നമുക്കറിയാം, ബംഗാളിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ വലിയ രീതിയിലുള്ള സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളും പ്രക്ഷോഭങ്ങളും വരുന്നുണ്ട്. അപ്പൊ അത് കേരളത്തിലും അതിന്റെ അലയൊലികൾ ഉണ്ടാകുകയും അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഉള്ള സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും അതിന്റെ ഫലമായിക്കൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ചെറുതായിട്ടെങ്കിലും കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ജാതി വ്യവസ്ഥ അപ്പോഴും വലിയ കോട്ടം തട്ടാതെ നിലനിന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1900 അടുത്ത് എത്തുമ്പോഴും നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കൊണ്ട് ജാതി വ്യവസ്ഥക്കെതിരായി കൊണ്ട് പറയിക്കേണ്ടി വന്നു. അദ്ദേഹം കേരളത്തിൽ സന്ദർശിച്ച സമയത്താണ് കേരളത്തെ കുറിച്ച് അന്ന് പറഞ്ഞത് ഇത് ഭ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് അസമത്വങ്ങളും അനീതികളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം കണ്ടുകൊണ്ടാണ് അന്ന് സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം ഉപമിച്ചത്. അപ്പൊ ആ രീതിയിൽ മാറ്റത്തിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭം നടത്തണം എന്നുള്ള ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത്. അപ്പൊ ഇന്ത്യയിൽ ആകെ വലിയ രീതിയിലുള്ള സാമൂഹ്യ നവോത്ഥാന നായകർ ഉയർന്നു വരുന്ന ഒരു സന്ദർഭമാണ്. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന് വലിയ വഴികാട്ടിയായിട്ടാണ് പെരിയോർ അന്ന് പ്രവർത്തിച്ചതെന്ന് നമുക്ക് ചരിത്രം മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവൻ ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു നാടായി. അവിടെയാണ് തന്ത പെരിയോർ രാമസ്വാമി നായ്ക്കർ അടക്കം അദ്ദേഹം തമിഴ്നാട്ടിലെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം കേരളത്തിൽ വന്ന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. അതുപോലെയുള്ള വലിയ പോരാട്ടം സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് പിന്നീട് കേരളത്തിലെ പല സാമൂഹിക പരിഷ്കർത്താക്കൾ നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, അതുപോലെ തുടങ്ങി നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ ഈ കേരളത്തിൽ. ഒരുപക്ഷെ കേരളത്തിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വലിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യ വൈകുണ്ഠ സ്വാമികൾ. അയ്യ വൈകുണ്ഠ സ്വാമിയെ സംബന്ധിച്ച് ഒരു പക്ഷേ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം നടത്തിയ പോരാട്ടം അവിസ്മരണീയമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ 1800 ആരംഭത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ പുതിയ തലമുറ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ചെത്തുതൊഴിലാളിയായിരുന്നു. ഏറ്റവും അവശ്യ ജാതിയിൽപ്പെട്ട ആളാണ്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. അപ്പൊ അതിനൊക്കെതിരെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ശാരീരികമായിട്ട് തന്നെയാണ് പൊരുതാൻ തീരുമാനിച്ചത്. പിന്നീട് അതുകൊണ്ട് കഴിയില്ല എന്ന് കഴിഞ്ഞപ്പോൾ, കാരണം മനുഷ്യനെ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നത് ദൈവങ്ങളുടെ പേരിലാണ്, വിശ്വാസങ്ങളുടെ പേരിലാണ്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ ദൈവത്തിലൂടെ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹം തിരിച്ചറിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കന്യാകുമാരിയിൽ വെച്ച് കുളിക്കാൻ വേണ്ടി ഇറങ്ങി അബ്സ്കോണ്ടിങ് ആയി പിന്നെ മാസങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണ് കടലിന്റെ അടിത്തട്ടിൽ പോയി അദ്ദേഹം വിഷ്ണുവിനെ കണ്ടു, അല്ലെങ്കിൽ പിന്നെ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ആ പ്രവർത്തനം ഏറ്റെടുക്കും. അവിടെയാണ് അദ്ദേഹം പന്തിഭോജനത്തെ കുറിച്ചും മനുഷ്യൻ തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ തന്നെ ആളുകളെ പഠിപ്പിക്കുകയാണ്. കാരണം നേരത്തെ മുത്തു എന്ന പേരിൽ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ വൈകുണ്ഠ സ്വാമികളായി വന്നു പറഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു വേഷപ്പകർച്ച നടത്തിക്കൊണ്ടാണെങ്കിലും സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഇല്ലിറ്ററേറ്റർ ആയിട്ടുള്ള ഒരാള് അത്തരത്തിലൊരു ചിന്ത തലയിൽ വയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കും. അദ്ദേഹം 1836 ആണ് സമത്വ സമാജ് ഉണ്ടാക്കുന്നത്. 1836. അപ്പൊ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞത് കറുത്ത നീചനും വെളുത്ത നീചനും ഇല്ലാതാകുന്ന കാലത്താണ് സമത്വം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കറുത്ത നീചൻ എന്ന് പറയുന്നത് രാജഭരണകൂടത്തെ സംബന്ധിച്ചും വെളുത്ത നീചൻ എന്ന് പറയുന്നത് പിന്നെ ബ്രിട്ടീഷുകാരെ കുറിച്ചുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതെല്ലാം ഇല്ലാതാകുന്ന കാലത്താണ് സമത്വം സമൂഹത്തിൽ ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അതില്ലാതായിട്ടും സമത്വം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു
ദുരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കൾ നടത്തിയ പോരാട്ടം, അതിന് മറ്റ് നാടുകളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, അതില് വിവേകാനന്ദ സ്വാമികളും അതുപോലെ തന്നെ നമ്മുടെ പെരിയോർ രാമസ്വാമി നായ്ക്കറും ഒക്കെ നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള സാമൂഹ്യ പോരാട്ടങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലാകെയും നടക്കുകയുണ്ടായി. ആ പോരാട്ടങ്ങൾ എത്ര കണ്ട് വിജയപ്രദമായിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ അത് പൂർണ്ണതയിലെത്തിയോ എന്നുള്ള കാര്യം സംശയമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഈ സാമൂഹ്യ ആധിപത്യം, സമൂഹത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ചവരുടെ താല്പര്യമാണ് എപ്പോഴും അത് നിലനിൽക്കുക. അപ്പൊ ആ ആധിപത്യം സ്ഥാപിച്ചവർ ആധിപത്യം ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആധിപത്യം ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുക. അപ്പൊ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരന്തങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് ഒരു ജാതിരഹിത സമൂഹം ഉണ്ടാകുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. ചന്ദ്രഭവൻ. Yes, sir. Yes, sir. So the second part. So the first part, talks about caste system, how caste system benefits only a microscopic minority, and it brings misery to the vast majority of South Asian population. Now the second part of Honorable Minister Radhakrishnan talk is about social movements, specifically to Kerala and all over India. So he goes on to say that, just like a lot of anti-caste movements, social reform movements, reformatory movements, that happened all over India. So that specifically in West Bengal and in Kerala too. So he goes on to say that തമിഴ്നാട്ടിൽ നമ്മളെക്കാൾ കൂടുതലായിരുന്നു, മഹാരാഷ്ട്ര നമ്മളെക്കാൾ കൂടുതൽ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. Yeah. So he wants to add that in states like Maharashtra and Tamil Nadu, there had been higher degree of social reformation. More intense struggle, extremely intense struggle in Tamil Nadu as well as Maharashtra compared to states like Kerala. And if you look at so he goes on to add this very important observation that in spite of all these movements, caste has survived in Kerala. Caste system survived all these social movements, social renaissance. In Malayalam they say Navodhanam. All the Navodhana movements, in spite of all these movements, caste has survived in Kerala. And he goes on to add these observations that Swami Vivekananda, who had visited Kerala in the early 1900s, he had made this very important remark that Kerala is a mental asylum. He was appalled to see the intensity of caste system. He was appalled to see the plight of Dalits and other tribals or other people, and he was denied entry to this Padmanabha Swami temple. He was denied entry, and he had made this very famous remark in Malayalam, which says Keralam Branthalayamana, which in English it would be Kerala is a mental asylum. And he helped the social justice movement in Kerala. And at the very important juncture of Vaikam Satyagraha, the eminent personality of the Tandai Periyar does arrive in Kerala. Kerala gets very important catalyst for the social reform movements from outside of Kerala, especially Srinaraguru and Tandai Periyar. And so one of the reasons why caste system, Honorable Minister Sir says that caste system has survived in Kerala is because those who achieved dominance in society perpetuated. As a result of certain social movements, new people have achieved dominance in society and they perpetuated caste system. And he makes a small digression and goes on to document the very important contributions of Ayya Vaikunda Swamigal. He has he makes a very pertinent observations about Ayya Vaikunda Swami. These are the important observations. His actions or his like praxis. Whatever he did was in the early 1800s, and he was an illiterate, as Iyengali was. He was an illiterate in the conventional sense of school or college education, and was born in an untouchable family. And the important strategy he employed was he went for a bath at the Kanyakumari Sea. He delved into the ocean and he came out and said, I've seen God. And what God told me was that you should have inter-caste dining. You should believe in equality between man and man. You should fight against the
the royalty or the power of the king in India, also the power of the white man imposed via colonialism. No, he gives them a very clear vision of social justice by implementing a strategy that while he visited, while he delved into the ocean, he had seen God. And he goes on to make very acknowledges the contribution of the great Sri Narayana Guru, one of the leaders of social renaissance in Kerala. Chattamai Swamigal, Chattamai Swamigal, he was contemporary of Sri Narayana Guru, and not to forget Iyengali. Iyengali's birth anniversary was just I believe 2 or 3 weeks back. August 31st was his birth anniversary. And these are the important observations he has made. So the most important observation is that in spite of the much famed, much respected, much celebrated social renaissance movement in Kerala, today caste survives all these movements. Why is that? Because people who achieved dominance via all these churning, they have perpetuated caste. Yeah, that's Yes. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് 75 വർഷങ്ങൾ പിന്നിടുകയാണ്. ബ്രിട്ടീഷുകാരനും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 25% SC/ST പോപ്പുലേഷൻ ഉള്ളത്. അപ്പോ ഈ നമ്മുടെ രാജ്യത്തിന്റെ 1/4 ജനവിഭാഗം SC/ST ജനവിഭാഗങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും അവര് നാനാതരത്തിലുള്ള ദുരിതങ്ങൾ പേറുകയാണ്. അത് അൺടച്ചബിലിറ്റിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ മറ്റേ തൊഴിൽ ചെയ്താൽ കൂലി കിട്ടാത്തതിന്റെ പേരിലാവാം, പലതരത്തിലുള്ള. ഇന്നലെയും ഒരു ദുരഭിമാന കൊലയുടെ വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തുന്ന ജനതയായി ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിട്ടിട്ടും ഈ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവീകരണ നടപടികളെല്ലാം സ്വീകരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന അതിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം കിട്ടിയിട്ടും ഇപ്പോഴും ഇന്ത്യയിലെ 1/4 വരുന്ന ജനത നാനാതരത്തിലുള്ള ദുരിതങ്ങൾ പേറി ജീവിക്കുകയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ജാതി മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ അവശിഷ്ടം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അത് തുടച്ചു നിൽക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം സംഘടിപ്പിക്കാം. ഇതോടൊപ്പം തന്നെ നാം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഒട്ടേറെ വലിയ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുകയും സാമൂഹിക പരിഷ്കരണ പരിപാടികൾ നടത്തുകയും ചെയ്തു. പക്ഷെ പിന്നീട് എന്താണ്, കേരളത്തെക്കാൾ കൂടുതൽ സാമൂഹിക പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ അത്രയേറെ സാമൂഹിക പരിവർത്തനം വരാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് കൂടി നാം ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കാണുന്നത്, നമ്മൾ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുകയും സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത് അത് തുടർന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രസ്ഥാനമില്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ അത് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. കേരളത്തിന്റെ ഒരു ചെറിയ പ്രത്യേകത ഞാൻ കാണുന്നത്, ഈ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാമൂഹിക നവോത്ഥാന നായകരും മുന്നോട്ട് വെച്ച ആശയങ്ങളും പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിന്റെ ഫലമായി കൊണ്ടാണ് 1936 ഒരു കാലത്ത് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ കഴിയാതിരുന്ന, അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തുകൂടി പോകാൻ കഴിയാതിരുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം ഉണ്ടായത് 1936. ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള, തുടർന്ന് ഇങ്ങോട്ട് ഭൂമിയുടെ ഉടമകളായി മാറുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യം, ഒന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോവുക. നമുക്കറിയാം 1920 ആയപ്പോഴേക്കും നേരത്തെ ബ്രിട്ടീഷുകാർ അധികാരം എങ്ങനെയെങ്കിലും കിട്ടുക എന്ന് മാത്രം ഒരു പ്രഖ്യാപനമായിരുന്നെങ്കിൽ 1920-കൾക്ക് ശേഷം ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും അതുപോലെ മറ്റധ്വാനിക്കുന്ന ആളുകളും എല്ലാം തന്നെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളികളായി. അങ്ങനെ പങ്കാളികളാകുന്നതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം കേവലം ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കിട്ടുക മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ ദുരിതങ്ങൾക്ക്, ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് നേരത്തെ സ്വാമി പറഞ്ഞ കറുത്ത നെയ്ജനും വെളുത്ത നെയ്ജനും ഉണ്ടായാൽ പോരാ, അല്ലെങ്കിൽ അവർ പോയാൽ പോരാ, അതിൽ സാമൂഹ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കണം എന്നുള്ള മുദ്രാവാക്യം ചേർത്ത് വെച്ചത്. അപ്പൊ കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ ഭൂമി മുഴുവൻ തന്നെ ജന്മിമാരുടെയും ഭൂപ്രഭുക്കളുടെയും കയ്യിലായിരുന്നു.
ആ ഭൂമിയുടെ അധിപന്മാർ അവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാഭൂരിപക്ഷവും അടിമകളായി കഴിഞ്ഞത്. അപ്പൊ ഭൂമി കൃഷിക്കാരന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കർഷക തൊഴിലാളിക്ക് കൊടുത്തുകൊണ്ട് അതിൽ മാറ്റം വരുന്നു. ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ഇതായിരുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു കൃഷിക്കാരൻ. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. ഭൂമി പിന്നെയും ഭൂപ്രഭുക്കളുടെയും ഭൂസ്വാമ്യവാരുടെയും കയ്യിലാണ് നിന്നത്. അതിൽ മാറ്റം വന്നു. അതാണ് ഞാൻ പറഞ്ഞ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതേപടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞില്ല. എന്നാൽ കേരളത്തിൽ ഒരു പരിധി വരെ കഴിഞ്ഞു എന്നുള്ളതാണ് 1957 അധികാരത്തിൽ വന്ന ശ്രീ VMS നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കാൻ വേണ്ടിയുള്ള നിയമം നിർമ്മിച്ചത്. അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായത്. സ്വന്തമായി കൃഷിഭൂമി കിട്ടിക്കഴിഞ്ഞപ്പോൾ കർഷകന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടു. അപ്പൊ അത് വലിയൊരു മാറ്റമായിരുന്നു. അതുപോലെ ഭൂരിപക്ഷത്തിന് വിദ്യാഭ്യാസം കൊടുത്തില്ല. ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം ഉണ്ടായിരുന്നു. ദളിതനും ആദിവാസിക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കുക, അത് ചാതുവർണ്ണ വ്യവസ്ഥയുടെ കാലഘട്ടത്തിൽ തന്നെ അറിവ് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അക്ഷരം പകർന്നു കൊടുക്കുക എന്നുള്ളത് നിഷേധിക്കപ്പെട്ടിരുന്നു. കടുത്ത ശിക്ഷയും കൊടുത്തിരുന്നു. അറിയായിരിക്കും ചന്ദ്രമോഹന്, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശത്തിൽ പറയുന്നില്ല. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ അക്ഷരം അല്ലെങ്കിൽ പിന്നെ വേദം കേൾക്കുകയാണെങ്കിൽ അറിയാലോ. നാവ് അരിഞ്ഞു കളഞ്ഞത്, അതിനൊക്കെതിരായിട്ടുള്ള സമരങ്ങൾ നടന്നത്. അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണിശാലകൾ അല്ലെങ്കിൽ പണിയിടങ്ങൾ പണിമുടക്കിയത് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയാണ് അയ്യങ്കാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഉണ്ടല്ലോ. അതായത് തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ പാടത്തും പറമ്പിലും ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ സമാനമായ ലോക സമര ചരിത്രം ഉണ്ടാകില്ല. അത്തരം സമരങ്ങളെല്ലാം ഏറ്റെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി പിന്നീട് ഒരു പ്രസ്ഥാനം ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും ആ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അപ്പൊ ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും കുടികിടപ്പവകാശവും എല്ലാം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സമൂഹത്തിൽ മാറ്റമുണ്ട്. അത് എൻ്റെ എന്ന് പറയാൻ ഒരു ഇടമുണ്ടാകുകയാണ്. അത് മനുഷ്യന്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. അപ്പോൾ ഭൂമിയുടെ സ്വത്തവകാശം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അഭിമാനവും അന്തസ്സും ഉണ്ടാകുക. ഇപ്പോൾ അത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായി മാറി. ഇപ്പൊ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ മുതലാളിത്തം വന്നു, അതിന്റെ ഏറ്റവും കൂടുതൽ സമ്പത്താര അതാണ് കൈയടക്കുക. ആ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് ജാതി സമൂഹത്തിന്റെ താല്പര്യം അനുസരിച്ചാണ് ഭരണകൂടം പ്രവർത്തിച്ചത്. ഇന്ന് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് അത് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധി വരെ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മറ്റു സ്ഥലത്ത് വേണ്ടത്ര കഴിഞ്ഞിട്ടുള്ള കാര്യവും സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള അസമത്വങ്ങൾ നിൽക്കുന്നത്. കേരളത്തിൽ പൂർണ്ണതോതിൽ ഇല്ലാതായി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ആദിവാസികളെ അവകാശം സംരക്ഷിക്കാനാണ്. അവർക്ക് കൂടുതൽ ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാനുള്ള സാഹചര്യം, അവർക്ക് വിദ്യാഭ്യാസവും അതുപോലെ തൊഴിലും അതുപോലെ മറ്റ് കാര്യങ്ങളും എല്ലാം നേടിയെടുക്കാൻ കഴിയും. ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ട ഇടങ്ങളിലേക്ക് അവർക്ക് കയറി വരാൻ കഴിയും. അതാണ് അമ്പലങ്ങളില് ഇന്ന് കയറാൻ പോലും, വഴി നടക്കാൻ പോലും ആ പരിസരത്തൂടി നടക്കാൻ കഴിയാത്ത ആളുകൾ ഇപ്പോൾ പൂജാരികളായി മാറി. പൂജാരികളായി മാറിയാൽ വലിയ മാറ്റമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, 100%. അപ്പൊ അതിനേക്കാൾ മറ്റു പല കാര്യങ്ങളും ചെയ്യണം. എന്നാലും അവിടേക്ക് കയറി വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ മറ്റു രീതിയിലുള്ള സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഇന്ന് ഉണ്ടാക്കിയ മാറ്റങ്ങള് ഈ പോരാട്ടത്തിന്റെ ഫലമായിക്കൊണ്ടാണ്. പിന്നീട് വന്ന പുരോഗമന പ്രസ്ഥാനം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണ നിയമത്തിന്റെ ഫലമായിക്കൊണ്ടാണ്. ഇതേ രീതിയിലുള്ള പോരാട്ടങ്ങൾ രാജ്യത്താകെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അത് അവിടെ സെക്ടേറിയൻ ആയിട്ടുള്ള വാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എത്ര കണ്ട് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിന്റെ കൂടി അംഗീകാരത്തോടു കൂടി അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ സപ്പോർട്ടോടുകൂടി, ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറയുകയുണ്ടായി, അത് സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ചും കൾച്ചറൽ ക്യാപിറ്റലിനെ കുറിച്ചൊക്കെ തന്നെ പറയുകയുണ്ടായി. ഈ സോഷ്യൽ ക്യാപിറ്റൽ കേവലം ദളിതുകളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ദളിതുകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ആകെ ഒരു ഇടപെടലിലൂടെ മാത്രമാണ് ഇന്ന് നിലവിലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനും ഇല്ലാതാക്കാൻ കഴിയുന്നത്. സെക്ടേറിയൻ രീതിയിൽ മാത്രം കാര്യങ്ങൾ കാണുക എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ഒരു പൊതു താല്പര്യത്തിലേക്ക് നമുക്കറിയാം, ഇന്ത്യൻ ദേശീയ സമയത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലും എല്ലാം തന്നെ പൊതുസമൂഹത്തിന് നല്ല സപ്പോർട്ടുണ്ട്. അപ്പൊ ആ പൊതുസമൂഹത്തിന്റെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആ സെക്ടേറിയൻ കാഴ്ചപ്പാട് നമ്മളും വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും മറ്റു വിഭാഗത്തിന്റെ ഇടയിൽ ഈ നമുക്കെതിരായിക്കൊണ്ടുള്ള ഒരു വികാരമാണ് വളർന്നു വരാൻ. അപ്പൊ യോജിച്ചു നിന്നുകൊണ്ട് അതാണ് ഇപ്പൊ നമ്മളിപ്പോ സാമൂഹികമായിട്ടുള്ള എല്ലാവരുടെയും പരിഷ്കരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള സമീപനം സ്വീകരിക്കാൻ വേണ്ടി. അവിടെയാണ് സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ പ്രത്യേകതകൾ വരുന്നത്. എല്ലാ മനുഷ്യരും ഒന്നായി കാണാനുള്ള മനസ്സാണല്ലോ ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ സോഷ്യലിസ്റ്റ് ആശയം എന്തുകൊണ്ടോ അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദളിത് കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ സോഷ്യലിസ്റ്റ് ആശയത്തിന് കുറെ കൂടി അതവിടെ ജാതി മത ചിന്തകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള യോജിപ്പുണ്ടാക്കിയെടുക്കാം. എപ്പോഴും ഈ ആധിപത്യം സ്ഥാപിച്ച ആളുകൾ അത് വിഭജിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ജനതയെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തത്വം ഉണ്ടല്ലോ. അതെല്ലാം മേഖലയും ബാധകമാണ്. അത് കേവലം ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ കഴിയും. മനുഷ്യനെ ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി ജാതി മതം അതുപോലെ പ്രദേശം അങ്ങനെയുള്ള സംഗീതവാദങ്ങളെല്ലാം ഇപ്പൊ ട്രംപ് അമേരിക്കയിൽ ചെയ്തെന്താണ് വംശീയതയിലേക്ക്. അപ്പൊ അതേപോലെ അധികാരം നിലനിർത്താൻ വേണ്ടി ആധിപത്യം നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അവര് സ്വത്വബോധത്തിലേക്ക് ഓരോ മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. അതല്ല, മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും യോജിച്ച് നിൽക്കുക എന്നുള്ള ആശയമാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്. Yes, sir. So the third part of our Honorable Minister Radhakrishnan sir's talk is highlighting a very important distinction between Kerala and rest of India. The social reality in Kerala and rest of India. So he goes on to make the remark that 25 so after 75 years of Indian independence, after 75 years after colonial powers have left India, roughly 25% of the population are Dalit Bahujans. Dalits, not Bahujans, Dalits, a tribal scheduled castes and scheduled tribes. And untouchability persists to this day in Kerala, in all parts of India. And there was a news of honor killing very recently, yesterday, just today or yesterday from UP. So the important question is, even though there were very vehement, very strong social movements in other parts of India, other than Kerala, they have not made progress in social justice as much as Kerala has achieved. So there is a very important distinction between Kerala and the rest of India. In spite of very strong social movements in Tamil Nadu, Maharashtra, you name it, anywhere in the rest of India. So Kerala has a very distinct. Kerala can be showcased as a very distinct achievement compared to the rest of India in indices of social justice, in indices of human resource development, in indices of man-woman inequality, etc. So what could be the likely reason? So our honorable minister says the important reason is the much touted social reform movement had its continuation in Kerala. The movement or the elected government that came to power in 1957, headed by Comrade E.M.S. Namboodiripadu, they had implemented certain welfare schemes. They had these vision to continue the ideals that were put forward by during the social reform. So in the so you're aware of Ayangali's struggle for a right to education of Dalits. So it was in the early 19th century, early 1900s, that early 20th century, that he had the slogan, unless you let our children into schools, only weed will sprout in your fields. The slogan was Muttipullu Mulappekkum, which means only weed will grow in your fields, if you don't let our children into your schools.
So the 1957 government that came to power, the first ever elected communist government in the history of the world, what they did was they tried their best to implement land reforms. They had this rule that our Dalits, or the daily wage laborers, cannot be evicted from the land, evicted from their lands. And also very important, very far-sighted vision of giving education to all, especially Dalits and tribals. These actions, these policy decisions of the later governments during the post-independent era, in the early phases of Kerala state, these have helped in the continuance of social reform ideals that were put forward by Yangali, Srinath Guru, Chattambe Swamigal, and Aya Swami Vaikunda. So that's a very important observation that um, that that our minister wants to make. This reform movements, all these intervention by the state continues to this day, especially even today. So today Dalits can become priests, though the minister doesn't think that is a very very vital, very important step. It's possible that Dalits can today become priests, but that is not the main thing. He goes on to say that is not the main thing. So, and he has this so our minister sir makes this observation that we need to oppose sectarianism. Please oppose sectarianism and propagate socialist ideals in Dalit community. We achieve far-reaching social progress when we become part of the society and stand for socialist ideals, instead of restricting us to very narrow identity based whatever sectarian pigeonholes. He goes on to say, look at the example of Trump. Trump used the various identities of people against them. He used a policy of divide and conquer, or divide and rule. നമ്മളെ തമ്മിൽ ഭിന്നിപ്പിച്ചു. He used this used the ideal of divide and conquer to make the struggling masses oppose each other. So he goes on to say true equality or etc. can be opposed if you oppose sectarianism, and socialist ideals should be propagated in our society, and there is a need for larger struggle, so that we achieve a form of equality that our forefathers imagined. Yeah, thank you. Yes. അപ്പൊ ഇനി കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു അല്ലേ ചന്ദ്രബാൻ? അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മുടെ മഹാനായ അംബേദ്കറുടെ നാമധേയത്തിലാണ് നിങ്ങൾ ഈ സ്റ്റഡി സർക്കിളിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വളർത്തിയെടുക്കാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും ഈ നമുക്ക് ഉയർന്നു വരാൻ കഴിയുന്ന കാര്യത്തിൽ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട എഡ്യൂക്കേഷനാണ്. ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടാണ് ഇവരെ ഉയർത്തിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ മോഡേൺ ബേസിസ് സ്കൂൾ വ്യാപകമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. ഞാൻ 96 അധികാരത്തിൽ ഒരു മന്ത്രിയാകാൻ വളരെ ചെറുപ്പത്തിൽ അവസരം കിട്ടി. അന്നാണ് ഏകദേശം 21ഓളം മോഡൽ സ്കൂളുകൾ സ്ഥാപിച്ചു. അപ്പൊ അത് കൂടുതൽ ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കുക, മറ്റ് ആനുകൂല്യം കൊടുത്തുകൊണ്ടോ മറ്റ് രീതിയിലുള്ള സെക്ടേറിയൻ കാഴ്ചപ്പാട് ഉയർത്തിയത് കൊണ്ട് മാത്രം നമ്മൾ ഉയർന്നു വരാൻ കഴിയില്ല. ഏറ്റവും നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അതിന് നമുക്ക് സാധിക്കാവുന്നത്ര കാര്യങ്ങൾ ചെയ്തു. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാനുമുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയും. സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള ഇടപെടലും നമുക്ക് നടത്താൻ. അത് നമ്മൾ മാത്രമായി നടത്തുകയല്ല, നമ്മളുമായി യോജിക്കാൻ കഴിയുക. അതിപ്പോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ്നാട്ടിൽ അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ ജാതി ഒഴിപ്പ് മുന്നണി എന്നുള്ള രീതിയിൽ അവിടെ പ്രവർത്തിച്ചു വരുന്നത്. അതില് എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളുണ്ട്. അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടില് എല്ലാ ജാതിയിലും പെട്ട ആളുകളുണ്ട്, എല്ലാ മതങ്ങളിലും പെട്ട ആളുകളുണ്ട്, എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നാണ് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ആണ് അവരുടെ എയിം. അത് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ. മറ്റ് ഏതെങ്കിലും ദളിത് സംഘടന മാത്രമല്ല, എല്ലാവരും കൂടിച്ചേരും. അപ്പൊ അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ജാതി വിപത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കാം. ഈ ജാതി വ്യവസ്ഥ ഇല്ലാതാകണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഇല്ലാതാകുന്ന ഒരു കാര്യമല്ല. ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി രഹിതമായിട്ടുള്ള ഒരു സൊസൈറ്റി ഒറ്റയടിക്ക് എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടുള്ള സൊസൈറ്റി ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല.
അത് മനുഷ്യ മനസ്സിൽ വലിയ രീതിയിലുള്ള പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. എങ്കിൽ മാത്രമാണ് ജാതിരഹിതമായ സമൂഹം ഉണ്ടാകുക. അപ്പൊ ജാതിരഹിതമായ സമൂഹം ഉണ്ടാകെങ്കിൽ അത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രം വിചാരിച്ചാൽ പോരാ, സമൂഹമാകെ ചിന്തിക്കുന്ന രീതിയിലേക്ക് അത് വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതിനുള്ള പോരാട്ടം, അതായത് ജാതി എന്നുള്ളത് ഒരു മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള. ഞാൻ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ പോയിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അവിടെ പറഞ്ഞു, ജാതി എന്ന് പറഞ്ഞത് ഇല്ലാതാവുന്ന, പെട്ടെന്ന് ഇല്ലാതാവുന്ന ഒന്നല്ല. നമ്മുടെ ഷർട്ടിലോ മുണ്ടിലോ ശരീരത്തോ കറയോ ചെളിയോ ആയാൽ നമുക്കത് I think we just lost. Yeah, video is lost. Yeah, whatever, can you translate whatever he has said? Yeah. So he goes on to say, he says, this is my concluding part. So what he says is that, so in the 1996 E.K. Nayanar ministry, he was a young minister. He was only age 32, and he was a minister for scheduled caste welfare. And he did, so he says, the most important agenda for Dalit liberation, the kind of anti-caste agenda, anti-caste socialist vision should be focused on education. He goes on to say that he was instrumental in setting up 25 model schools. There is something called model school in most districts of Kerala, which are CBSE schools and which have very good facilities, and mostly the students are Dalits, Bahujans, tribals, and all the socially students generally come from the social margins. So he talks about and he goes on to say that our struggles shouldn't become narrow, or we shouldn't focus too much on the identity, or or merely talk about the Dalit aspect only. We should incorporate the OBCs, the Muslims, the other aspects of discrimination also. The people who suffer, the people who are on the receiving end of other dimensions of discrimination too. So he cites the example of Untouchability Eradication Forum in Tamil Nadu as one of the finest examples of how a social reform platform has been set up, which includes Dalits but does not limit itself to Dalit agenda. It's anti-caste. It's an anti-caste initiative, but it is not only. It is not like what is it? There are others also in it. So that is trying to be. We are rooted in anti-caste agenda, but we are open to collaboration or cooperation with other progressive movements also. And he says he was on Tanjore, and he had delivered a talk in which he says, casteless society, casteless utopia that we are all fighting for, that Ambedkar King Study Circle, or all the social, all the Dalit movements in India are fighting for, cannot be implemented in a very short duration. It cannot be implemented in a day. It can be. It just be a long evolutionary process, by which we transform minds for a much more egalitarian society. I think that was his closing note before he dropped out. Sir, last Tanjavur സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞു ഏറ്റവും ലാസ്റ്റ്. തഞ്ചാവൂർ അൺടച്ചബിളി എറാഡിക്കേഷൻ ഫ്രണ്ടിന്റെ ഒരു പരിപാടി പങ്കെടുത്തു. അപ്പൊ അവിടെ പ്രധാനമായിട്ട് ജാതി വ്യവസ്ഥ ഇല്ലാതാകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ആദി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ദിവസം നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ അത് തറഞ്ഞിരിക്കുന്ന ഒരു കറയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ നമ്മുടെ മുണ്ടിലോ ഷർട്ടിലോ ശരീരത്തോ ചെളിയോ കറയായാൽ നമുക്ക് പല രീതിയിൽ തന്നെ കളയാൻ പറ്റും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ പിടിച്ച ജാതിക്കറ പെട്ടെന്ന് മാറില്ല. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ വലിയ സാമൂഹ്യ സമരങ്ങൾ നടക്കണം. വലിയ സാമൂഹ്യ സമരത്തിലൂടെ മാത്രമാണ് മനസ്സിന്റെ ഉള്ളിൽ പിടിച്ച ഈ ജാതിക്കറ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി സെക്ടേറിയൻ ആയിട്ടുള്ള അപ്രോച്ച് അല്ല വേണ്ടത്, ബ്രോഡായിട്ട് നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയണം. എല്ലാ മനുഷ്യരുടെയും, അതായത് സാമൂഹിക. So I'll speak a bit about what he just said. After he came back, he says, just like the stain in our shirt or pants, in our clothes, in our garments can be cleaned by using the washing machine, using detergent and soap. The stain of caste from our mind cannot be obliterated, cannot be rinsed and cleaned in a single day or in a very short time period, or in a very, in a black and white kind of way. It takes a long drawn evolutionary process for the stain of caste to be cleansed from our minds. And he goes on to say, let there not be sectarian fights, let there be much more unified and broad kind of fight, kind of anti-caste struggle. So that was his last remark before
I think he dropped out. Sorry, there was a call drop. Yeah. And AKC is very much committed for that such a united struggle that Yeah, our aim document says the very words that yes. it has to be a, because the people, those who are oppressed, are so connected with all the discrimination. We cannot continue with one discrimination and abolish others. That's what Ambedkar also says in the Annihilation of Caste. Till he joins, and we can conclude also if he's not able to join, I think. There are many takes from Annihilation of Caste for many people. Some people say Ambedkar only says about the dynamite, the Vedas, and others says, and some says that what about the belly beings, that the popular people, those who are not able to elect their own representatives, and they have to accept who are appointed by the ruling class. And importantly, Ambedkar touch upon another important thing in the section 13 of Annihilation of Caste, where he says there are people, those who born with inequality by birth, by caste, what he means. But there are people, those who achieved social status, achieved some inequality, those who are more unequal than others by their hard work, by their education, the hard work they rise in life. Ambedkar put a question: can you treat the people, those who achieved by themselves, then to the people, those who are not achieved? Ambedkar says you cannot and you should not. That everybody should be treated equally, whether it's by birth or by their own achievement, because if you accept by achievement as an inequality, that you will naturally accept that those who by birth also inequality. But Ambedkar puts that question to the statesman as to solve it. Very practical example is take a bourgeois political parties. He may even the parties, those who are champions themselves for social justice. If a man from a very humble background, a landless labor, walks into his office, will he be treated same as the way that who are professional? No, because that party is not committed to the idea of Ambedkar, like that everybody should be treated equal. But which you can see in really the parties that were working for the social emancipation. Either it can be left or the Dravidian party, those who are committed, not the bourgeois parties.